ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വക ഒരു ചാമിങ് നമസ്കാരം. സോ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ ട്രിവാൻഡ്രം ആണ്. ഒരു ട്രിവാൻഡ്രം വ്ളോഗിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഒരു ഒന്നൊന്നര സെറ്റപ്പാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അടിപൊളി. സോ ട്യൂൺ ഇൻ. തിരുവനന്തപുരം, ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള, ഇൻ അതർ വേർഡ്സ് ട്രിവാൻഡ്രം. അടിപൊളി സിറ്റിയാണ്. ട്രിവാൻഡ്രത്തിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ മൈൻഡിൽ പിക്ചർ വരുന്നത് ഇതാണ്: പദ്മനാഭസ്വാമി ക്ഷേത്രം. സെറീനായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ്, ബ്യൂട്ടിഫുൾ പ്ലേസ്, അടിപൊളി വൈബ്. ഫസ്റ്റ് റിച്ചസ്റ്റ് ടെമ്പിളും കൂടിയാണ്. അടിപൊളി ഒരു എനർജി ഉണ്ടായിരുന്നു അവിടെ. രാവിലെ എത്തിയതാണ് ഇവിടെ. അടിപൊളി ഒരു ടൂർ കഴിഞ്ഞു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗൗരി ശങ്കർ വെജിറ്റേറിയൻ ഹോട്ടൽ. ആകെപ്പാടെ 15 സീറ്റുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റ്. അടിപൊളി ഫുഡായിരുന്നു. സിമ്പിൾ മെനു, ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ വേൾഡ് ക്ലാസ് ആണ്. സോ നമ്മൾ ഓർഡർ ചെയ്തത് ദോശ, അടദോശ എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ കൂട്ടത്തിൽ യുണീക്കായിട്ടുള്ള ഒരു സംഭവമാണ് അവിയലാണ് കൊടുക്കുന്നത്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. കൂട്ടത്തിൽ ഫിൽറ്റർ കോഫി ഉണ്ടായിരുന്നു. അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ജൈത്ര യാത്ര ചാല മാർക്കറ്റിലേക്കായിരുന്നു. സോ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് ട്രിവാൻഡ്രത്തിൻ്റെ ഹാർട്ടിലാണ്. ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ചാല മാർക്കറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു ഫേമസ് ഷർബത്തുണ്ട്. അപ്പോൾ ആ ഷർബത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഷർബത്ത് നമുക്ക് ആദ്യം എക്സ്പ്ലോർ ചെയ്യാം. ബാ, കമാ. പാൽ ഷർബത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് സംഭവം. ചാല മാർക്കറ്റിലെ ഫേമസ് എന്ന് വെച്ചാൽ ഭയങ്കര പേരുള്ള ഒരു പാൽ ഷർബത്താണ്. JM മിൽക്ക് പാർക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അടിപൊളി സംഭവമാണ്. നോക്കട്ടെ. നൈസ്, അടിപൊളി. ഷർബത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രിപ്പായിരുന്നു. ചാല മാർക്കറ്റ് കംപ്ലീറ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു 1.5 ദിവസത്തേക്കാണ് ട്രിവാൻഡ്രത്ത് വന്നത്. വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് വന്നത്. എന്ത് ജോലിക്കാണോ വന്നത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റോ മെറ്റീരിയൽസൊക്കെ ഒന്ന് സോഴ്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചാല മാർക്കറ്റ് കറങ്ങി. ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ളൊരു മാർക്കറ്റാണ് ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാല മാർക്കറ്റ്. എല്ലാ വലിയ സിറ്റീസിലും ഉണ്ടാകും ഒരു മേജർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ എത്തിയപ്പം ഒരു സ്പെഷ്യൽ ഒരു ഹോട്ടലിനെ കുറിച്ച് കേട്ടായിരുന്നു. അവിടെ അവർ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെന്ന്. അപ്പം ഇങ്ങനെ ഇടവഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചെത്തിയപ്പോൾ നമ്മൾ റഹ്മാനിയ കെതൽസ് ചിക്കൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലെത്തി. യുണീക്കായിരുന്നു. മറ്റേ അണയുടെയൊക്കെ സ്റ്റാമ്പിൻ്റെയും പഴയ നോട്ടുകളുടെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പതുക്കെ അവിടെ പോയി ഇരുന്നു. സിമ്പിളായിട്ടുള്ളൊരു മെനു ആണ്. ചപ്പാത്തി അല്ലെങ്കിൽ നെയ്ച്ചോറ് വിത്ത് കെതൽസ് ചിക്കൻ. കെതൽസ് ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര, ഐ തിങ്ക് ഒരു പേറ്റൻ്റ് എടുത്തിട്ടുണ്ട് ഇവർ. അത് ചെറിയ ചിക്കനാണ്. നല്ല ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ കൂട്ടത്തെയൊക്കെ കുക്ക് ചെയ്തൊരു സംഭവം. റഹ്മാനിയ ചിക്കൻ, കെതൽസ് ചിക്കൻ. ഇതൊരു പേറ്റൻ്റ് എടുത്ത ചിക്കനാണെന്ന് തോന്നുന്നു. ഭയങ്കര ചെറിയ ചിക്കൻ, കെതൽസ് ചിക്കൻ. പേറ്റൻ്റ് സംഭവമാണ്. ഭയങ്കര ടെൻഡർ. സംഭവം എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയ ചിക്കൻ, ആ ചില്ലി ഫ്ലേക്സിൻ്റെ കൂട്ടത്തിൽ ആ ഒരു കുക്കിംഗ്, അത് കാഞ്ഞമുളകിൻ്റെ കൂട്ടത്തിൽ ആ ഒരു കുക്കിംഗ്, അത് വേറെ തന്നെ ഒരു ടേസ്റ്റായിരുന്നു.
നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഈസി ആയിട്ട് കഴിക്കാൻ കേട്ടോ, ഭയങ്കര അത്ര വലിയ ഹെവി ലോഡൊന്നും വരത്തില്ല. ലഞ്ച് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. നമ്മളേതായാലും പത്മനാഭസ്വാമി ക്ഷേത്രം കവർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരേണ്ട ഒരു സ്ഥലമാണ് ഭീമ പള്ളി. ഭയങ്കര വലിയൊരു പള്ളിയാണ്. ഞാൻ കുറേ വർഷം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. പക്ഷേ പണ്ടൊന്നും എനിക്ക് ഈ ഒരു പള്ളിയിലോട്ട് പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും ഭീമ പള്ളിയിൽ പോകുന്നത്. അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ എനിക്ക് തോന്നുന്ന പരീക്ഷയുടെ ഒരു തിരക്ക് കാരണമാണെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും പരീക്ഷയുടെ ഇതിൽ ബിസി ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ദൈവം സഹായിച്ച നല്ലൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യം വന്നില്ല. ബ്യൂട്ടിഫുൾ സെറീനായിട്ടുള്ളൊരു പ്ലേസാണ്. ഏത് മതസ്ഥർക്കും ഇവിടെ വരാം. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചിൻ്റെ ഒരു മീൻ മാർക്കറ്റും കൂടി ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുടെ ഒരു ലൈവ്ലിഹുഡും കൂടിയാണിത്. ബീച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഒരു മട്ടൻ്റെ ഒരു ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങ് പോയതാണ്. അപ്പോൾ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാദേവൻ എന്ന് പറഞ്ഞ നമ്മളുടെ ഒരു ഫ്രണ്ടാണ്. പുള്ളി ആണ് കംപ്ലീറ്റ് എല്ലായിടത്തും കൊണ്ടുപോയത്. പുള്ളിയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു ആവശ്യമായിട്ടാണ് ഞാൻ വന്നത് ട്രിവാൻഡ്രത്ത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് മോമോ പ്രൈം. ഒരു ഒന്നൊന്നര മോമോസിൻ്റെ റെസ്റ്റോറൻ്റാണ്. ഇതാണ് കക്ഷി. പുള്ളി ഈസ് എ ഫുഡി ആൻഡ് ഹി ഗൈഡഡ് മീ പെർഫെക്റ്റ്ലി. സോ ഗൈസ്, നമ്മളിപ്പം റജില ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. കിടിലം മട്ടൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടാണ് പുറത്ത് ഇങ്ങനെ മട്ടനൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. കറക്റ്റ് അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഇവിടത്തേക്ക് മാത്രം പ്രോസസ്സ് ചെയ്യുന്ന മട്ടനാണ്. എന്നുവെച്ചാൽ A to Z എല്ലാം കിട്ടും, മട്ടൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ബ്രെയിനാണ്. മട്ടൻ്റെ ബ്രെയിനും മട്ടൻ പെരട്ട്, അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഗ്രേവി ഉണ്ട്. ഇത് പത്തിരി, നൈസ് പത്തിരി അല്ല, ഇത് കുറച്ച് കട്ടിയുള്ള പത്തിരിയാണ്. പിന്നെ പൊറോട്ട ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. കൂടെ ഉള്ള നമ്മുടെ മെയിൻ ആൾക്ക് ബ്രെയിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ബ്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. You should try. മട്ടൺ പെരട്ട് ടെൻഡറാണ്. വെരി നൈസ്. അത് അപ്പം സോ അമ്പലവും കഴിഞ്ഞു, മസ്ജിദും കഴിഞ്ഞു. ഇനി അടുത്ത ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ളൊരു സ്ഥലത്തിലേക്കാണ്. പാളയം പള്ളി. സിറ്റിയുടെ ഹാർട്ടിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വമ്പനൊരു പള്ളിയാണിത്. അങ്ങനെയാണല്ലോ അമർ അക്ബർ ആൻ്റണി എന്നുള്ള ഇതില്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ. അവിടെ 3 അടിപൊളി സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു സ്റ്റേഡിയം ഉണ്ട്, ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പാളയം പള്ളി ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഒരുപാട് വലുപ്പമുള്ള ഒരു സ്ട്രക്ചറാണത്. മിഡീവിയൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. നല്ല തിരുവനന്തപുരംകാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത്രയും കറങ്ങി വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദാഹിക്കാൻ തുടങ്ങി. അപ്പം ഇത് ആണ് ചന്ദ്രശേഖർ സ്റ്റേഡിയം. അതിൻ്റെ നേരെ പാളയംപള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ അടുത്ത് തന്നെ ഈ ചേട്ടൻ്റെ ഒരു ഓറഞ്ച് നന്നാരി സർബത്ത് ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ളൊരു പ്രൊഡക്ഷനാണ്, സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണ്. പുള്ളി കണ്ടറിയാം, പുള്ളി ഒരുപാട് വർഷം കൊണ്ട് ഇത് ചെയ്യുന്നതാണ്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഷർബത്തായിരുന്നു. കുറച്ച് സ്വീറ്റായിട്ട് തോന്നിയെങ്കിലും അടിപൊളിയായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഷർബത്ത്. അത് കഴിഞ്ഞിട്ട് ഈവനിങ് നല്ല ചൂടാണ് കേട്ടോ തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലായിടത്തും നല്ല ചൂടല്ലേ ഇപ്പം. അപ്പം ഷർബത്തിൻ്റെ ഒരു മേളമായിരുന്നു. ഇനി അടുത്ത നമ്മൾ പോയത് ഈ കാസിംസ് എന്ന് പറഞ്ഞൊരു വേറൊരു ചെറിയൊരു ഷർബത്തിൻ്റെ ഒരു സെൻറ്ററാണ്. അത് 3 ഔട്ട്ലെറ്റ്സ് ഉണ്ട് അവർക്ക് അക്രോസ് ട്രിവാൻഡ്രം. അത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്, കാടമുട്ട റോസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ നോർത്ത് കേരളക്കാർക്ക് ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഈ താമരശ്ശേരി ചുരത്തിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്യാൻ നേരം നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കിട്ടും. പക്ഷേ എന്തുകൊണ്ടും ഇത് വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ആ ഒരു ഷർബത്ത്, അത് പിന്നെ ഒന്നും പറയാനില്ല. അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ നോട്ടടിക്കുന്ന സ്ഥലം. റിസർവ് ബാങ്ക് ട്രിവാൻഡ്രത്തുണ്ട്. പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ്, അത് സ്റ്റാച്യു എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്. പിന്നെ ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, ദ ഹോട്ടൽ സൗത്ത് പാർക്ക്. ഞാൻ പണ്ട് ഏകദേശം ഒരു 20 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽസ് ആയിരുന്നു ഇത്. പിന്നെ അങ്ങനെ നമ്മുടെ ജേർണി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാൻ എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല. ട്രിവാൻഡ്രത്ത് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് വേറെ, ലൈക്ക് ശംഖുമുഖം, കോവളം ബീച്ച്, അതൊന്നും പറ്റിയില്ല. എനിക്ക് പരിചയമുള്ള, ഞാൻ താമസിച്ച ഇടങ്ങളിലോട്ട് കറങ്ങാൻ ശ്രമിച്ചു കൂടുതൽ ഞാൻ. ഇതാണ് പൂജപ്പുര മൈതാനി. ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എൻ്റെ ലൈഫിൽ അതിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ താമസിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഈ വിജയമോഹിനി മില്ല് എന്നാണ് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പേര്. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കംപ്ലീറ്റ് വാളാണ്. വിജയമോഹിനി മില്ലിൽ കൂടെയാണ് നമ്മൾ എൻ്റെ പഴയ വീട്ടിലോട്ട് ചുമ്മാ ഒരു ഓർമ്മ പുതുക്കൽ. ഈ വ്ളോഗ് നിങ്ങളത് ഇതുവരെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഏർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പിന്നെയും ഒന്ന് റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ഓർമ്മകളെ അത് ശരിക്കും ടച്ച് ചെയ്യും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒരു ലൈബ്രറി ആയിരുന്നു. ഈ ഏരിയയിൽ റൈറ്റ് സൈഡിൽ ഒരു വീട്ടിൽ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്, ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ ഒരു സ്കൂളുണ്ട്, കേന്ദ്രീയ വിദ്യാലയ പാങ്ങോട്. ഇപ്പം അതിൻ്റെ പേരൊക്കെ മാറി കേന്ദ്രീയ വിദ്യാലയ ആർമി ക്യാൻറ്റ് പാങ്ങോട് എന്നാക്കി. അപ്പോൾ അതൊരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം 25 കൊല്ലം മുന്നേ ആയതുകൊണ്ട് എൻ്റെ ടീച്ചേഴ്സൊന്നും ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. ആ നേരെ കാണുന്നതാണ് സ്റ്റേജ്. ഞാൻ ചെന്ന സമയത്ത് അവിടെ CBSEയുടെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഫൈനൽ ഇയർ എക്സാമിനേഷൻ. അപ്പം ഒരുപാട് അങ്ങോട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും സെക്യൂരിറ്റിക്കാരാണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കര കൈൻഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ചുമ്മാ വന്ന് പഴയ ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്കൂള് കാണുകയാണ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പുളിയുടെ ഒരു അടിപൊളി മരമുണ്ട്. ഒരുപാട് പുളി പറിക്കാൻ കമ്പുകളൊക്കെ എറിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ ഇത് നമ്മുടെ പോയ കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വർക്കായിരുന്നു. 1-2 റീൽസൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മോമോ പ്രൈം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഒരു അപ്കമിങ് മോമോസിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പോകാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക പോകാൻ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ്റെ അടുത്ത് കുറവങ്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മോമോ പ്രൈമിൻ്റെ ലൊക്കേഷൻ. തീർച്ചയായും പോവുക, അടിപൊളി മോമോസാണ് അവിടെ കിട്ടുന്നത്. പിന്നെ അതിനുശേഷം കുറേ സൗഹൃദ ബന്ധങ്ങളും നമ്മളുടെ പഴയ ക്ലാസ്മേറ്റ്സും ഒക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് JM രാജേഷ്, പുള്ളിയുടെ നെക്സ്റ്റ് നിൽക്കുന്നത് രാജീവ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് സന്ദീപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരോ ഡിഫറെൻറ്റ് മേഖലയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരിടത്ത് വന്നു, കുറേ നേരം സംസാരിച്ചു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ ഫ്രണ്ട്സിനൊന്നും മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ദിസ് ഓൾ ടുഗെദർ ട്രിവാൻഡ്രം എക്സ്പീരിയൻസ് വേറെ തന്നെ ലീഗായിരുന്നു. ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറിയാണിത്. സോ ഐ ഡെഫിനറ്റ്ലി ഹാഡ് എ ബ്ലാസ്റ്റ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എങ്കിൽ please go ahead and subscribe to my YouTube channel, The Subin Show. ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ please go ahead and like, ആൻഡ് പറ്റിയാൽ ഇത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ എൻ്റെ ട്രിവാൻഡ്രം വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യുകയാണ്. ആൻഡ് ദിസ് ഇസ് സുബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.